നമ്മുടെ രാജ്യത്ത് അഗ്നിവീർ പ്രോഗ്രാം ആദ്യമായിട്ട് കൊണ്ടുവന്ന് 2022 2022 അഗ്നിവീർ പ്രോഗ്രാം കൊണ്ടുവരുമ്പോൾ അതിലെ തിരഞ്ഞെടുക്കപ്പെടേണ്ട കുട്ടികളുടെ വിവരം കൊടുത്തിരുന്നു. അതായത് 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കുട്ടികളെയായിരുന്നു നോക്കുന്നത്. അപ്പോൾ അത് 2022 2024 ആയ കാലഘട്ടത്തിൽ ആ ഏജിൻ്റെ ആ ബാരിയർ കുറച്ച് കൂട്ടി. അതായത് 21 മുതൽ 26 വരെ വയസ്സാക്കി. ഈ 17.5 വയസ്സെന്നുള്ള അങ്ങ് മാറ്റി. അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് അല്ലെ 12ാം ക്ലാസ്, അത് മതി. അത് ഇറ്റ് ഡിപ്പെൻസ്. കാരണം ഏത് പൊസിഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് 12ാം ക്ലാസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ചിലർക്ക് അത് 10ാം ക്ലാസ്. അപ്പം ഇതിൻ്റെ ടേം എന്ന് പറയുന്നത് ആകെ 4 വർഷമാണ്. ആ 4 വർഷം എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ആദ്യത്തെ 1 വർഷം ട്രെയിനിങ്, ആ 1 വർഷം ട്രെയിനിങ് കൂടാതെ പിന്നെ 3.5 വർഷം, എന്നിട്ട് അത് ടോട്ടലായിട്ട് പീരീഡ് കണക്കാക്കുന്ന 4 വർഷമേ കണക്കാക്കുള്ളൂ. അത് മാസം 30,000 മുതൽ 40,000 രൂപ വരെ ശമ്പളം. ഇത് ആർമിയിലേക്കും എയർഫോഴ്സിലേക്കും മാത്രമാണ്. നേവിയിലെ കാര്യം ഇല്ല, അതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഈ 4 വർഷം കഴിയുമ്പോൾ, അവരുടെ സർവീസ് കഴിയുമ്പോൾ അതിലെ 25% ആളുകളെ അബ്സോർവ് ചെയ്യും. അതായത് മിലിറ്ററിയിലേക്കോ എയർഫോഴ്സിലേക്കോ അവർ വർക്ക് ചെയ്ത സ്ഥലത്ത് അതിലേക്ക് അബ്സോർവ് ചെയ്യും. ബാക്കി 75% ആളുകൾ വെളിയിൽ പോകണം. അതായത് 26 വയസ്സിൽ 75% ആളുകൾ, 26 വയസ്സുള്ള കുട്ടികളാണെന്ന് ആലോചിച്ചുള്ളൂ. മാക്സിമം 21 മുതൽ 26 വയസ്സ് വരെ ഉള്ളവർ. അപ്പോൾ അവരുടെ 4 വർഷം സർവീസ് കഴിയുമ്പോൾ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഈ 30 വയസ്സിൽ അവർ വെളിയിൽ പോകണം. അപ്പോൾ അവർക്ക് വേറെ പരിഗണനയൊന്നുമില്ല. പിന്നെ ഈ 75% വെളിയിൽ പോകുന്ന ആളുകൾക്കുണ്ടല്ലോ, 10 മുതൽ 12 ലക്ഷം രൂപ വരെ ഒന്നായിട്ട് അവർക്ക് ഒരു ബെനിഫിറ്റായിട്ട് കൊടുക്കും. ഇത് മാത്രമേ ഉള്ളൂ അവർ പിരിഞ്ഞു പോകുമ്പോൾ. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പ്രോഗ്രാം വന്നല്ലോ, നമ്മുടെ അത് വന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു വൻ വിജയമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ആയിട്ടുള്ള 9 ഭീകരരുടെ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലും പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലുമായിട്ട് ഉള്ള ഭാഗത്തുള്ളത് ഇന്ത്യ അടിച്ച് തകർത്തു. ഒരുപാട് പേരെ അതിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈ കൊല്ലപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാരാണെങ്കിലും ഭീകരരാണെങ്കിലും ആരായാലും ശരി, പാകിസ്ഥാൻ അതിൻ്റെ എണ്ണം ഒന്നും പുറത്തു വിടത്തില്ല. അങ്ങനെ ഗുണമുണ്ട് അവർക്ക്. പാകിസ്ഥാൻ പട്ടാളക്കാർ മരിച്ചാൽ അത് പാകിസ്ഥാൻ പട്ടാളക്കാരാണെന്ന് അവർ അംഗീകരിക്കത്തില്ല. പാകിസ്ഥാനികൾ അംഗീകരിക്കാതിരിക്കുന്ന എന്തെന്നറിയാം, അവർക്ക് ഒന്നും കൊടുക്കാനുള്ള കാര്യമില്ലല്ലോ അംഗീകരിച്ചില്ലെങ്കിൽ. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാർ അവർ വീരചരമം പ്രാപിച്ചാൽ മാത്രമേ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പക്ഷേ അതിനവർ പാകിസ്ഥാൻ പട്ടാളക്കാരാണെന്ന് പറയണ്ടേ? ഒരിക്കലും പറയത്തില്ല. യുവന്മാരിപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മുടെ അത് കൊല്ലപ്പെട്ടു, നമ്മൾ അതിർത്തിക്കുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടെന്നിരിക്കട്ടെ, യുവന്മാർക്ക് ഈ ശവം കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ മൃതദേഹം കൊടുക്കുമ്പോൾ ഏറ്റുവാങ്ങും. അത് അതിരാജ്യക്കാർ. യുവന്മാർ ഏറ്റുവാങ്ങും. യുവന്മാർ പറയും ഇത് ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞു കളയും. അതാണ് അവരുടെ സ്വഭാവം. കാരണം അവർക്ക് അങ്ങനെയേ ഉള്ളൂ ആളുകളുമായിട്ടുള്ള അടുപ്പം. അതാണ് പാകിസ്ഥാനികൾ. ഏറ്റവും വൃത്തികെട്ടവന്മാരാണ് അവിടെ ഉള്ളവർ. അവന്മാർ അവിടുത്തെ പാകിസ്ഥാൻ മിലിറ്ററി പ്രത്യേകിച്ചും അവന്മാർ ഇതേറ്റു വാങ്ങത്തില്ല. എന്നിട്ട് അവർക്ക് ഐഡൻറ്റിറ്റി പോലും ഇല്ല ഈ മരിച്ചു പോയവർക്ക്. യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാർ ഇവരുടെ ശവശരീരങ്ങൾ കുഴിച്ചു മൂടുന്നത് എല്ലാ ബഹുമതികളും കൊടുത്ത് തന്നെ കുഴിച്ചു മൂടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇവന്മാർ ഏറ്റെടുക്കത്തില്ല. ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ട് അവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നിട്ട് അത് ഏറ്റുവാങ്ങും. അങ്ങനെ ഉണ്ടായാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മെയ് 25 അതായത് ഇത് തുടങ്ങിയത്, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത് മെയ് 7 2025 മെയ് 7. അത് പഹൽഗാം അറ്റാക്ക് ഉണ്ടല്ലോ, അതായത് പാകിസ്ഥാനിൽ നിന്ന് ഈ ഭീകരർ നുഴഞ്ഞു കയറി കാശ്മീരി വന്നിട്ട് നമ്മുടെ 26 സിവിലിയൻസിനെയാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ അറ്റാക്ക് നമ്മൾ ലോഞ്ച് ചെയ്തത്, ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ അത് 7 മുതൽ 10 വരെ
മെയ് 7 മുതൽ 10 വരെ ആയിരുന്നു. അതായത് 4 ദിവസത്തെ കഥയേ ഉള്ളൂ. കാരണം അപ്പോഴത്തേക്ക് ഇരു കൂട്ടരും കൂടെ തീരുമാനിച്ചു ഇനി വേണ്ട, യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകണ്ട, ഇത് തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ അന്ന് തന്നെ മെയ് 2025 തന്നെ ഡിഫൻസ് മിനിസ്ട്രി പറഞ്ഞിരുന്നു നമുക്ക് 5 കാഷ്വാലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അവരുടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് പാകിസ്ഥാനെ കണ്ടുപഠിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവരുടെ പേരോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല. ഈ 5 പേരെന്ന് പറയുന്നവരുടെ കാര്യം ആദ്യം പറഞ്ഞത്. പക്ഷേ വളരെ ദുഃഖകരമായ കാര്യം, ഒരു അഗ്നിവീർ ഉണ്ടായിരുന്നു അതിൽ, മൂഡ് മുരളി നായിക് എന്ന് പറയുന്ന ഒരു ആന്ധ്രാക്കാരൻ. അയാളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ഈ പ്രിയപ്പെട്ട മകൻ മൂഡ് മുരളി നായിക് അഗ്നിവീറായിട്ട് പോയതാണ്. അയാൾ എയർഫോഴ്സിൽ ഏവിയേഷൻ ടെക്നീഷ്യനായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ അയാൾ ഇതിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ പേരൊന്നും പുറത്തു വന്നില്ല, ഒന്നും പറഞ്ഞില്ല. അവസാനം ഇപ്പോൾ 2026 ആദ്യമായിട്ട് ജൂൺ 2026 ഇവരുടെയൊക്കെ ഈ ഉണ്ടായ ആളുകളുടെ പേര് വെളിപ്പെടുത്തി. അതിൽ 5 പേര് മരിച്ചവരും കരസേനയിലെയാണ്. അതിൽ 4 പേർക്ക് ഈ മരണശേഷമുള്ള ഔദ്യോഗിക ബഹുമതി, അതായത് റിപ്പബ്ലിക് ഡേക്ക് അവാർഡുകൾ കൊടുത്തിരുന്നു 4 പേർക്കും. അത് ഒരാൾക്കും ഒന്നും കൊടുത്തിട്ടില്ല. ഈ അഗ്നിവീർ മൂഡ് മുരളി നായിക്കിൻ്റെ പേര് പോലും പുറത്തു വന്നിട്ടില്ല. ഈ ജൂൺ 26 തീയതി, മെയ് 26, ജൂൺ 26 ആദ്യമായിട്ട് ഇവരുടെ പേര് വെളിപ്പെടുത്തിയിട്ട് ഇവരുടെ പേരുകൾ അവിടുത്തെ 3D വാർ, അതായത് വാർ മ്യൂസിയം ഉണ്ടല്ലോ, വാർ മ്യൂസിയത്തിലെ 3D വാളിൽ ഇവരുടെ പേര് ആലേഖനം ചെയ്തത്. അവരുടെ പേരെന്ന് പറയുന്നത് പേരുകൾ ഒന്ന് പവൻ കുമാർ, അതുപോലെ തന്നെ സുനിൽ കുമാർ, ദിനേശ് കുമാർ, മൂഡ് മുരളി നായിക്, പിന്നെ സുനിൽ കുമാർ സിംഗ്, അതുപോലെ തന്നെ സുരേന്ദ്രകുമാർ, ഇത്രയും പേരാണ്. അതിൽ ഏവിയേഷൻ ടെക്നീഷ്യനായിട്ട് ഉള്ള ആളെന്ന് പറയുന്നത് മൂഡ് മുരളി നായിക് മാത്രമാണ്. അദ്ദേഹം ജോലി ചെയ്തത് 851 ലൈറ്റ് റെജിമെൻറ്റ്, 851 ലൈറ്റ് റെജിമെൻറ്റിലാണ്. അത് അദ്ദേഹം മരണപ്പെടുന്നതോ, അതായത് വീരചരമം പ്രാപിക്കുന്നത് മെയ് 9 തന്നെ ആണ്, 2025 മെയ് 9. അപ്പോൾ മെയ് 7 തുടങ്ങിയത് 10 അവസാനിക്കുന്നു. 9 അദ്ദേഹം ഇതുപോലെ വീരചരമം പ്രാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ത്യാഗചക്ര വാളെന്ന് പറയുന്ന ഒരു വാളാണ്, അതായത് വാൾ 3D വാർ മ്യൂസിയം, ന്യൂഡൽഹിയിലുള്ള വാർ മ്യൂസിയം, അതിൽ അദ്ദേഹത്തിൻ്റെ പേരും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഒരു അവാർഡും കൊടുക്കത്തില്ല. മരണത്തിന് അദ്ദേഹത്തിന് വേറെ കോമ്പൻസേഷൻ ഒന്നുമില്ല. അല്ലാതെ ഒരു പട്ടാളക്കാരൻ മരിച്ചാൽ ഒരുപാട് ബഹുമതികൾ കിട്ടും. ഈ അഗ്നിവീറായിട്ട് പോകുന്ന ആളുകൾ മരിച്ചാൽ ചാവേറുകൾ പോലെ തന്നെയാണ്, ഒന്നുമില്ല. അതൊന്ന് തിരിച്ചറിയണം. ഇതിനെതിരെ യഥാർത്ഥത്തിൽ ജനങ്ങൾ പ്രതികരിക്കണ്ടേ? ഈ കൊല്ലപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്, ആരായാലും. അത് അഗ്നിവീറായാലും അല്ലാതായാലും. അഗ്നിവീർ എന്നുള്ള പേരിൽ ഈ കൊച്ചുങ്ങളെ തിരഞ്ഞെടുത്തിട്ട്, അതായത് വളരെ കൗമാരപ്രായക്കാർ കഴിഞ്ഞ ഉടനെ ഇപ്പോൾ 21 വയസ്സ് മുതൽ 26 വയസ്സ് വരെ അവരെ, അതായത് പ്രൈം യൂത്തിലാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അവർ ടീനേജ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അവരെ എടുത്തിട്ട് ഈ 4 വർഷം കൊണ്ട് അവരെ പലരെയും പറഞ്ഞ് അതിനകത്ത് ഇതുപോലെ വാർ ഫ്രണ്ടിലേക്ക് അവരെ പറഞ്ഞയക്കാറുണ്ട്. അങ്ങനെ വരുന്ന ഉടനെ അവർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായാൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ല, ഈ രാജ്യത്തിന് അവരെ നഷ്ടപ്പെടുകയാണ് ചെറുപ്പക്കാരനെ. അങ്ങനെ നഷ്ടപ്പെട്ട ഒരാളാണ് മൂഡ് മുരളി നായിക്. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും അറിഞ്ഞിട്ടില്ല, അവർക്ക് ഇൻഫർമേഷൻ ഒന്നും കൊടുത്തില്ല. ഡൽഹിയിൽ ഇതുപോലെ വാർ മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ആലേഖനം ചെയ്തു എന്നുള്ള വിവരം പോലും ഇവരെ വേറെ ആരോ പത്രക്കാർ പറഞ്ഞാണ്, ജേർണലിസ്റ്റുകൾ പറഞ്ഞാണ് അറിഞ്ഞതെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ കണ്ണീരോടുകൂടി പറയുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം. ഇവരെ ഉണ്ടല്ലോ, ഇവരെ വെറും ചാവേറുകളായിട്ട് മാറ്റരുത്. അതിനുള്ളതല്ല ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അല്ലാതെ കൊടുക്കണം ഗവൺമെൻറ്. ഇത് ഗവൺമെൻറ്റിന് ലാഭം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡായിട്ട് മാറരുത്. കാരണം ഈ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് ഈ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യരുത്. അവർക്ക് ഞാൻ പറയുന്നത്, ഈ മൂഡ് മുരളി നായിക്കിൻ്റെ വീരചരമത്തിന് അതിന് വേണ്ട ആദരം കൊടുക്കണം രാജ്യം. അത് അവിടെ വാർ മ്യൂസിയത്തിൽ എഴുതിയതുകൊണ്ട് മാത്രമായില്ല. അദ്ദേഹത്തിന് ഒരു പട്ടാളക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുക്കണം. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. കൊടുക്കണം. കാരണം
നമ്മൾ പാകിസ്ഥാനികളായിട്ട് അധപ്പതിക്കരുത്, അതേ ഞാൻ പറയുന്നുള്ളൂ. പേരുന്നാളുമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ പോകരുത്. ഇത്രയും നാൾ അങ്ങനെ പോയി. ഈ ഒരു വർഷം ജൂൺ 26 വരെ എടുത്തു ഈ പേരുകൾ പുറത്തു വരാൻ. എന്തിനെ ഒളിച്ചു വെക്കണം? മരണപ്പെട്ട നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ വീരചരമം പ്രാപിക്കുന്നത്. അവർക്കതിൻ്റെ ബഹുമതികൾ കിട്ടണ്ടേ? കിട്ടണം. അത് മനസ്സിലാക്കണം.